ജനുവരി 17 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ഈജിപ്തിലെ വിശുദ്ധ ആന്റണി, വിശുദ്ധ അക്വിലസും ആമോസും, വിശുദ്ധ മെറൂലൂസ്, വിശുദ്ധ ജോൺ, വിശുദ്ധ ആന്റണി, വിശുദ്ധ സെപ്പയുപ്പ്, വിശുദ്ധ എലയൂസിപ്പൂസ്, വിശുദ്ധ മെലയൂസിപ്പൂസ്, വിശുദ്ധ സ്പേയൂസിപ്പൂസ്, വിശുദ്ധ ലയോണില, വിശുദ്ധ ജനൽഫൂസ്, വിശുദ്ധ ജനിത്തൂസ്. ഈജിപ്തിലെ വിശുദ്ധ ആന്റണി 251-356 കാലഘട്ടത്തിലാണ് ഈജിപ്തിലെ വിശുദ്ധ ആന്റണി ജീവിച്ചിരുന്നത്. വിശുദ്ധ ആന്റണി ഈജിപ്തിൽ ഒരു ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. തെക്കൻ ഈജിപ്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആന്റണിയെയും അനുജത്തെയും വളർത്തിയത്. പ്രാഥമിക വിദ്യാഭ്യാസം നേടി അദ്ദേഹത്തിന് 20 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ പെട്ടെന്ന് മരിച്ചു. ഒരു വലിയ അനന്തരാവകാശവും സഹോദരിയെ പരിപാലിക്കാനുമുള്ള ഉത്തരവാദിത്വവും അവനിൽ അവശേഷിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം കുർബാനയിൽ പങ്കെടുത്ത ആന്റണി ധനികനായ യുവാവിനോടുള്ള യേശുവിൻ്റെ കൽപ്പനയുടെ സുവിശേഷ കഥ കേട്ടു. നിങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കണമെങ്കിൽ പോയി നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് നൽകുക, സ്വർഗത്തിൽ നിനക്ക് നിധി ഉണ്ടാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം വാക്യം. ഈ വാക്കുകൾ കേട്ടപ്പോൾ യേശു തന്നോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന് ആന്റണിക്ക് മനസ്സിലായി. താമസിയാതെ അവൻ തൻ്റെ വസ്തുവകകളിൽ ഭൂരിഭാഗവും ദരിദ്രർക്ക് വിറ്റു. തനിക്കും സഹോദരിക്കും വേണ്ടിയുള്ള പരിചരണം മാത്രം സൂക്ഷിച്ചു. എന്നാൽ കർത്താവ് കൽപ്പിച്ചത് അതല്ല. എല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകിയാൽ മാത്രമേ പൂർണ്ണത ലഭിക്കൂ എന്നാണ് യേശു പറഞ്ഞു. അധികം താമസിയാതെ ആന്റണി ഒരിക്കൽ കൂടി കുർബാനയിലായിരിക്കുകയും സുവിശേഷ ഭാഗം കേൾക്കുകയും ചെയ്തു. നാളെയെക്കുറിച്ച് വിഷമിക്കേണ്ട, നാളെ സ്വയം പരിപാലിക്കും. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. വീണ്ടും യേശു തന്നോട് നേരിട്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനാൽ അവൻ സംരക്ഷിച്ച കുറച്ച പോലും തിരികെ നൽകി. തൻ്റെ സഹോദരിയെ ചില വിശുദ്ധ സ്ത്രീകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹം ഏൽപ്പിച്ചു. ദാരിദ്ര്യത്തിൻ്റെയും ഏകാന്തതയുടെയും പ്രാർത്ഥനയുടെയും ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹം മരുഭൂമിയിൽ പോയി. കഠിനമായ മരുഭൂമിയിൽ പിശാച് അവനെ എണ്ണമറ്റ രീതിയിൽ ആക്രമിച്ചു. നിങ്ങൾ നൽകിയ ആ പണം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന എല്ലാ നന്മകളെക്കുറിച്ചും നീ ചിന്തിക്കൂ. ഒരു സന്യാസി എന്ന നിലയിൽ തൻ്റെ അതുല്യമായ തൊഴിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് ആന്റണിയെ പിന്തിരിപ്പിക്കാൻ ദുഷ്ടപിശാച് ശ്രമിക്കുകയും ഈ രീതിയിൽ ആന്റണിയോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പിശാച് അദ്ദേഹത്തിന് ശാരീരിക രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവനെ ഭയപ്പെടുത്തുവാൻ നികൃഷ്ട ജീവികളെ അയക്കുകയും ചെയ്തു. വിരസതയോടെയും അലസതയോടെയും കൂടി സാത്താൻ അന്തോണിയെ പ്രലോഭിപ്പിച്ചു. അവനെ വശീകരിക്കാൻ ഒരു സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രാർത്ഥനയിലും മരണാസന്നതയിലും ഉറച്ചു നിന്ന ആന്റണി പിശാചിനോടും അവൻ്റെ പ്രകടനങ്ങളോടും പോരാടി. ഈ ആത്മീയ പോരാട്ടങ്ങളിൽ ബുദ്ധിശൂന്യത അനുഭവപ്പെട്ടുവെങ്കിലും തന്നെ സന്ദർശിച്ച ചില സുഹൃത്തുക്കളുടെ സംരക്ഷണയിൽ അദ്ദേഹം സുഖം പ്രാപിച്ചു. ഒരിക്കൽ ഒരു ശവകുടീരവുമായി ഉപയോഗിച്ചിരുന്ന മരുഭൂമിയിലെ ഗുഹയിൽ 15 വർഷം താമസിച്ച ശേഷം ആന്റണി കൂടുതൽ ഏകാന്തതയിലേക്ക് പിൻവാങ്ങി. 20 വർഷം സ്വയം ചുമത്തപ്പെട്ട ഏകാന്ത തടവിൽ ചെലവഴിച്ചു. ഉപേക്ഷിക്കപ്പെട്ട റോമൻ കോട്ടയുടെ മതിലിന് മുകളിലൂടെ സുഹൃത്തുക്കൾ വലിച്ചെറിയുന്ന റൊട്ടി മാത്രമാണ് അദ്ദേഹം കഴിച്ചത്. അവൻ ആരോടും സംസാരിക്കാൻ വായ തുറന്നില്ല. കാരണം ദൈവം അവനെ സമ്പൂർണ്ണ ഏകാന്ത ജീവിതത്തിലേക്ക് വിളിച്ചിരുന്നു. ഒടുവിൽ അന്തോണിയുടെ വിശുദ്ധ മാതൃക മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഭക്തിയുടെയും ആദരവിൻ്റെയും സ്വഭാവമുണർത്തി. അവനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പലരും അവനെ അനുകരിക്കാൻ ആഗ്രഹിച്ചു. അവർ സമീപത്ത് കുടിലുകൾ പണിയാനും അവൻ്റെ തൊഴിൽ അനുകരിക്കുവാനും തുടങ്ങി. 20 വർഷത്തെ ഏകാന്തവാസത്തിന് ശേഷം തൻ്റെ കോട്ടയിൽ നിന്ന് പുറത്തു കടക്കാനും അടുത്തുള്ള മറ്റ് സന്യാസിമാരെ അവരുടെ തൊഴിലുകളിൽ സഹായിക്കുവാനും ദൈവം ആന്റണിയോട് നിർദ്ദേശിച്ചു. അടുത്ത 5 വർഷത്തേക്ക് പുതിയ സന്യാസിമാർക്ക് അവരുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. തൻ്റെ നീണ്ട ജീവിതത്തിൻ്റെ അവസാന 45 വർഷക്കാലം ആന്റണി വീണ്ടും ഏകാന്തതയിലേക്ക് പിന്മാറി. എന്നിരുന്നാലും ഇത്തവണ അദ്ദേഹം ഇടയ്ക്കിടെ സന്ദർശകരെ സ്വീകരിക്കുകയും പ്രസംഗിക്കാനും പഠിപ്പിക്കുവാനും അടുത്തുള്ള നഗരങ്ങളിൽ പോവുകയും ചെയ്തിരുന്നു. ഏറെ ശ്രദ്ധേയമായി വ്യാപകമായ ഏരിയൻ പാഷണ്ഡതയ്ക്കെതിരെ അദ്ദേഹം ഉറച്ചു പ്രസംഗിച്ചു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് ചക്രവർത്തിയെ നേരിട്ട് എതിർത്തു. രക്തസാക്ഷിത്വത്തിന് നിർഭയമായി സ്വയം സമർപ്പിച്ചു. എന്നാൽ രക്തസാക്ഷിത്വത്തിനുള്ള അവൻ്റെ ആഗ്രഹം ദൈവം അനുവദിച്ചില്ല. പിശാച് വളരെ ക്രൂരമായി ആന്റണിയെ മർദ്ദിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു.
ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് എന്നെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പിശാചുക്കളോട് പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹത്തിനെ അടിച്ച് മൃതപ്രായനാക്കി. എങ്ങനെയാണ് വിശുദ്ധ ആന്റണി ജീവിച്ചിരുന്നത് എന്നുള്ള അറിവ് ഒരു വ്യക്തിയെ പുണ്യത്തിൽ അനയിക്കാൻ പര്യാപ്തമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ മാർ അത്തനേഷ്യസ് പ്രസ്താവിച്ചിരുന്നത്. ഈ പ്രായശ്ചിത്തവും ഏകാന്തതയും വനത്തിലെ ജീവിതവും അദ്ദേഹം തൻ്റെ 105-ാമത്തെ വയസ്സ് വരെ തുടർന്നു. 105-ാം വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രായപൂർത്തിയായ ആന്റണി പ്രാർത്ഥനയിൽ മുഴുകിയ തൻ്റെ ജീവിതവും ദാരിദ്ര്യത്തിൻ്റെ ആശ്ലേഷവും പാഷണ്ഡതയ്ക്കെതിരായ ധീരമായ പ്രസംഗവും എന്നിവയിലൂടെയെല്ലാം ദൈവഹിതത്തോടുള്ള സമൂലമായ അനുസരണത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു. പ്രലോഭനങ്ങൾ വർദ്ധിക്കുമ്പോൾ ആന്റണി ആശയനിഗ്രഹവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചിരുന്നു. ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് യാതൊന്നും എന്നെ അകറ്റുകയില്ല എന്ന അപ്പസ്തോലൻ്റെ മനോഭാവമായിരുന്നു സന്യാസിവര്യനായ വിശുദ്ധ ആന്റണിയുടേതും. ഈജിപ്തിലെ വിശുദ്ധ ആന്റണിയെ ഈ ലോക ജീവിതത്തിലെ എല്ലാ ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങുവാനുള്ള ധൈര്യവും മനസ്സും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.